ഇപ്പോൾ ഓട്ടോമാറ്റിക് എന്ന നിലയ്ക്ക് നല്ല പെർഫോമൻസ് ഉള്ള വണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണേണ്ടത് AMTകൾ ഓടിച്ചിട്ട് AMTകളുടെ ഹെഡ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ AMTകളുടെ ആ ഒരു ബോറിംഗ് നാച്ചുറലുള്ള വണ്ടി ഓടിച്ചിട്ട് ടോർക്ക് കൺവേർട്ടർ ഉള്ളൊരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതിന് മികവെന്നേ പറയാനുള്ളൂ, അല്ലാണ്ട് ഇതിന് പവർ കുറവാണെന്നോ ടോർക്ക് കുറവാണെന്നോ അങ്ങനെയുള്ള കംപ്ലയിൻസ് പറയാൻ തോന്നില്ല എന്നാണ്. ഹായ് ഹലോ നമസ്കാരം. ഇപ്പോൾ ഫിഗോയെ ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതായത് നിരത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ നിരത്തിൽ കാലങ്ങളായിട്ടുള്ള വണ്ടിയാണ് ഫോർഡ് ഫിഗോ. ഫോർഡ് ഫിഗോയ്ക്ക് മുന്നേ ഒരു ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു, DCT ഉണ്ടായിരുന്നു, പിന്നെ ടോർക്ക് കൺവേർട്ടർ ആയി. അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ഓട്ടോമാറ്റിക്കുകളെ ഫോർഡ് പിൻവലിക്കേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം 10 ലക്ഷം താഴെ ഒരു ഓട്ടോമാറ്റിക് നോക്കുകയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിലുള്ളത് AMTകളാണ്. AMTകളുടെ തള്ളാണ് മാർക്കറ്റിൽ. AMT എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് അല്ലല്ലോ, അത് ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷൻ അല്ലേ. അപ്പോൾ ടോർക്ക് കൺവേർട്ടർ എന്ന് പറയാനായിട്ട് ഫോക്സ് വാഗൺ പോളോ 1 ലിറ്ററാണ് ഇപ്പോൾ നിരത്തിലുള്ളത്. അക്കൂട്ടത്തിലേക്ക് ഫോർഡിൻ്റെ ഏറ്റവും പുതിയ എൻട്രിയാണ്, അല്ലെങ്കിൽ എൻട്രി എന്നല്ല, ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്ന ഒരു കാര്യമായിട്ടാണ് ഫോർഡ് ഫിഗോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വണ്ടിപ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഫോർഡ് ഫിഗോയെ വിശദമായി തന്നെ പരിചയപ്പെടാം. ഫോർഡ് ഫിഗോ ഓട്ടോമാറ്റിക്കിനെ വിശദമായി തന്നെ പരിചയപ്പെടാം. അതൊരു 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ്, 1.2 ലിറ്റർ എഞ്ചിനായിട്ട് മേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. സ്വാഗതം. അപ്പോൾ ഇനി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ ബെല്ലേക്ക് കൂടി ക്ലിക്ക് ചെയ്യാം, എന്നാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇതാണ് ഫോർഡ് ഫിഗോ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ടൈറ്റാനിയത്തെ കുറിച്ച് ഞാൻ കുറച്ച് കംപ്ലയിൻസ് പറയായിരുന്നു. ഫോഗ് ലാംപ്സ് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ തന്നെ പുതിയ ഫിഗോയിൽ മാറിയിട്ടുണ്ട്. അതായത് പുതിയ ഫിഗോ ഓട്ടോമാറ്റിക്കിന് 2 വേരിയൻറ്റുകളുണ്ട്. 2 വേരിയൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഒന്നെന്ന് പറയുന്നത് ടൈറ്റാനിയം, രണ്ടാമത്തെ ടൈറ്റാനിയം പ്ലസ് ആണ്. ഹെഡ് ലാമ്പുകൾ കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. ഈ ക്രോം സറൗണ്ടിങ്ങുള്ള ഹെഡ് ലാമ്പ് തന്നെയാണ്. അതിനകത്ത് പ്രൊജക്ടറോ അല്ലെങ്കിൽ LED അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ സ്മോക്ക് ചെയ്തൊരു ഭാഗം ഭംഗിയാണെന്ന് കാണാം. കൂടാതെ ഈ ഒരു ഫോഗ് ലാമ്പിന് ചുറ്റും കൊടുത്ത ഒരു ക്രോം ബോർഡർ അത് മികച്ചതാണ്. ഇത് ടോ ഹുക്കിൻ്റെ ഓപ്പണിംഗ് ആണ്. ഇനി നല്ല ഭംഗിയുള്ളൊരു ഗ്രില്ലാണ്. ആ ഗ്രില്ലിൻ്റെ മുകളിൽ പ്രീമിയം കാറുകൾക്ക് തുല്യമായിട്ടുള്ള ആ ഒരു ഇൻസേർട്ടൊക്കെ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. കൂടാതെ ക്രോം ബോർഡർ കൂടി കാണാം. താഴെയായിട്ട് എടാമുണ്ട്, അതിൻ്റെ താഴെ കാണുന്ന ഫ്ലാപ്പ് ഉണ്ടല്ലേ. വലിയ ഗ്ലാസ് ഏരിയയാണ്. അപ്പോൾ പറയേണ്ട കാര്യം, ഈ ഒരു ഹെഡ് ലാമ്പിന് ഓട്ടോ ഹെഡ് ലാംപ്സ് ഉണ്ടെങ്കിൽ ഓട്ടോ വൈപ്പേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഒരു ആൻറ്റിനും കൂടെ കാണാം. ഇനി ഫിഗോയുടെ ഡിസൈനെ കുറിച്ച് അധികമൊന്നും പറയാനില്ല, നമ്മൾ കുറേ കണ്ട് പരിചയിച്ച ഡിസൈനാണ്. ഡിസൈനിൽ കാര്യമായിട്ടുള്ള മാറ്റം തന്നെ ഈ ഒരു പുതിയ മോഡലും ഇല്ല എന്നുള്ളതാണ്. ഇനി വശങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈൻ മനോഹരമായ ഡിസൈനാണ്, സട്ടിലാണെന്ന് പറയാം. ഹെഡ് ലാമ്പിൻ്റെ നല്ലൊരു ഭാഗം ഫ്രണ്ടിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. കൂടാതെ നല്ലൊരു ഭംഗിയുള്ള അലവിൽ ഡിസൈൻ കാണാം. ഇത് 195/55 6.15 സൈസുള്ള വീൽസാണ്. ഇപ്പോൾ ഫിഗോയൊക്കെ ഇറങ്ങിയ സമയത്ത് 14 വീലായിരുന്നു. അത് മാറി ഏറ്റവും പുതിയ വണ്ടിയായിട്ട് നിൽക്കുമ്പോൾ, അതായത് ഡ്രാഗൺ സീരീസ് വന്നപ്പോൾ തന്നെ 15 ആയിരുന്നു. ഓട്ടോമാറ്റിക്കിനും 15 തന്നെയാണ്. ഇനി ഇതിൻ്റെ മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. ഈ ഒരു ഇൻസേർട്ട് മനോഹരമാണെന്നുള്ളത് പറയേണ്ടതുണ്ട്. കൂടാതെ മിററിൻ്റെ മുകളിൽ ഇൻഡിക്കേറ്റർ കാണാം. ചെറിയൊരു മിററാണത്. ഈ ഒരു മിറർ അത്യാവശ്യം കാഴ്ച തരുന്ന ഒരു മിറർ തന്നെയാണ്. അതായത് എക്സ്പീരിയൻസിൻ്റെ മുകളിൽ സംസാരിക്കുകയാണ്. ഇതിനൊരു ഓട്ടോ ഫോൾഡിങ് ഓപ്ഷൻ കൂടിയുണ്ട്. ഇനി കീലെസ് എൻട്രി ഉള്ള ഒരു വണ്ടിയാണത്. അതായത് കീലെസ് എൻട്രി എന്ന് പറയുമ്പോൾ ലോക്ക് തുറന്നുകൊണ്ട് അകത്ത് കയറാനായിട്ട്. പക്ഷേ അകത്ത് കയറി കഴിയുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട് എന്നുള്ളത് ഒരു കാലികമായ കാര്യമായിട്ട് പറയാം. പക്ഷേ ആ പുഷ് ബട്ടൺ സ്റ്റാർട്ടുള്ള ഒരു വണ്ടിക്ക് ഒരു റിക്വസ്റ്റ് സെൻസർ കൂടി വേണ്ടതായിരുന്നു എന്നുള്ളത് ഒരു കുറവ് തന്നെയാണ്. എന്നാലും അതൊരു കാര്യമായിട്ട് കാണുന്നില്ല. ഇനി ബി പില്ലർ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണാം. ഫിഗോയുടെ ഏറ്റവും ഭംഗിയുള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു 3/4 പിന്നെ നോക്കിയുള്ള 3/4. ആ ബമ്പറിൽ കൊടുത്ത ബ്ലാക്ക് ഇൻസേർട്ട് മനോഹരമാണ്. പാർക്കിംഗ് സെൻസേഴ്സ് കാണാം, റിവേഴ്സ് ക്യാമറ ഉണ്ട്. കൂടാതെ റിയർ വൈപ്പറും D4ഉം കൂടി ഫോർഡ് ഫിഗോ ഓട്ടോമാറ്റിക്കിനുണ്ട്. ഇത് പറയാനുള്ള കാരണം, ഇതിന് മുന്നത്തെ ടൈറ്റാനിയം നമ്മൾ വീഡിയോ കണ്ടിക്ക് ഈ 2 കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്. റിവേഴ്സ് ക്യാമറ ഇല്ല, കൂടാതെ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ D4ഉം റിയർ വൈപ്പറും കണ്ടിട്ടില്ലായിരുന്നു. ഒരു കാലത്ത് ടൈറ്റാനിയത്തിൽ അത് എടുത്തു കളഞ്ഞെങ്കിൽ ഇപ്പോൾ ഈ ഒരു വണ്ടിക്ക് അതുണ്ട്. ഇത് ടൈറ്റാനിയം പ്ലസ് മോഡലാണ്, ബ്ലൂ അല്ല. ഈ ഒരു ടൈറ്റാനിയം പ്ലസ് ഓട്ടോമാറ്റിക് മോഡലിന് റിയർ വൈപ്പറും D4ഉം കൂടാതെ റിവേഴ്സ് ക്യാമറ ഉണ്ട്. ഈ ഗ്ലാസ് വേർഷൻ നോസിലാണല്ലേ, അത് ഭംഗിയായിട്ട് തന്നെ ഈ ലൈറ്റിനകത്തേക്ക് ഇൻറ്റീരിയർ വെച്ചിട്ടുണ്ട്. ഇനി ചെറിയൊരു ലിപ് സ്പോയിലർ പോലെ സ്പോയിലർ കൂടി ഈ ഒരു ഫിഗോയ്ക്കുണ്ട്. ഈ ഫിഗോയുടെ കീഴിൽ 2 പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഹാച്ച് അങ്ങ് തുറന്നു കഴിയുമ്പോൾ വലിയൊരു ഹാച്ച് ഏരിയയാണ് കാണാം. ഇതിന് താഴെയായിട്ട് സ്പെയർ വീലുണ്ട്. ഈ സ്പെയർ വീലെന്ന് പറയുന്നത് 80 കിലോമീറ്റർ മാക്സിമം സ്പീഡ് വെച്ചിട്ടുള്ള ആ ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ള ഒരു വീലാണ്. ഇത് 15 അല്ല, ഇത് കുറഞ്ഞ സൈസുള്ള ഒരു വീലാണ്. ഈ സീറ്റ് ഫോൾഡ് ചെയ്യണമെങ്കിൽ 2 സൈഡിലും പ്രസ് ചെയ്യേണ്ടതുണ്ട്. കൂടാതെ ഒരു പാർഷ്യൽ ഷെൽഫ് കൂടി കാണാം. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഇൻറ്റീരിയറാണ് ഫിഗോ ഓട്ടോമാറ്റിക്കിൻ്റെതും. കാരണം ബ്ലാക്ക് കളറാണ് അതിന് കൂടുതൽ ഭംഗി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചയിൽ ഇതിൻ്റെ ഏകദേശം രൂപം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഫോർഡ് ഫിഗോ ഓട്ടോമാറ്റിക്കിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നും പറയാനില്ല. ബാക്ക് സീറ്റിലേക്ക് ഞാൻ പോകുന്ന പോലില്ല, കാരണം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫെമിലിയറാണ്. അതായത് നമ്മളെല്ലാ കാര്യങ്ങളും ഫിഗോയുടെ ആസ്പെയറിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് വന്ന മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു മീഡിയ സ്ക്രീനാണ്.
ഈ ഒരു മീഡിയ സ്ക്രീൻ എന്ന് പറയുന്നത് കാഴ്ചയ്ക്ക് ചെറുതാണെങ്കിലും കാര്യത്തിൽ വമ്പനാണ്. അതായത് ഫോർഡ് പാസ് കണക്ടിവിറ്റി ഉള്ള ഒരു സ്ക്രീനാണത്. അതിപ്പോൾ നമ്മുടെ വണ്ടി ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് റിമോട്ട് ഉപയോഗിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളതൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നൊരു കാര്യമാണ്. അതായത് എൻ്റെ ഊരിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇക്കോ സ്പോർട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. കൂടാതെ ഫിഗോ ഓട്ടോമാറ്റിക് കൂടിയുണ്ട്. ഇനി മീഡിയ അല്ലെങ്കിൽ ഫോൺ നാവിഗേഷൻ സെറ്റിങ്സ് കാണാം. ഈ സെറ്റിങ്സിനകത്ത് മെയിനായിട്ട് കാണുന്ന കാര്യം എന്ന് പറയുന്നത് ഇൻഫർമേഷനും അല്ലെങ്കിൽ എന്താ പറയുക ഫോർഡ് പാസിൻ്റെ സെറ്റിങ്സൊക്കെ തന്നെയാണ്. അതല്ലാണ്ട് ആൻഡ്രോയിഡോടെ ആപ്പിൾ കാർപ്ലേയും ഇല്ല എന്നുള്ളതൊരു കുറവ് തന്നെയാണ്. ഈ മുകൾ ഭാഗത്തെ കമ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഇല്ല. അത് ഇപ്പോൾ ഇല്ലെന്നല്ല, ഡ്രാഗൺ സീരീസ് വണ്ടി ഈ ഒരു ബ്ലൂ വന്നപ്പോൾ, അതായത് ഫിഗോ ബ്ലൂ നമ്മൾ ഓടിച്ചപ്പോൾ അതിനകത്തില്ലായിരുന്നു, ഈ സ്ക്രീനിലുണ്ട്. ഇനി ഡിസ്പ്ലേക്കകത്ത് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. സൗണ്ടിനകത്ത് ആ ഒരു ഫെയ്ഡറൊക്കെ അത്യാവശ്യം നല്ല റെസ്പോൺസീവാണ്. അത്യാവശ്യം നന്നായി തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രീനായിട്ട് തോന്നി. ഇനി സൗണ്ടൊന്ന് വെച്ച് കേൾപ്പിക്കാം, റേഡിയോ വെച്ച് സൗണ്ട് വെച്ച് കേൾപ്പിക്കാം. അപ്പോൾ അത്യാവശ്യം തിരക്കില്ലാത്തൊരു സൗണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകളാകുമ്പോൾ. ഇപ്പോൾ നമ്മൾ പഴയ ടൈറ്റാനിയത്തിൽ നിന്ന് ഈ ഒരു ഓട്ടോമാറ്റിക് ടൈറ്റാനിയം പ്ലസ് മോഡലിലേക്ക് വരുമ്പോൾ ആ ഒരു ക്ലൈമട്രോണിക് AC ഇവിടെ കാണാനുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക് AC ആണത്. ഇനി ഈ വണ്ടിയുടെ ഏറ്റവും ഭംഗിയുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഗിയർ ലിവറാണ്. തികച്ചും പ്രീമിയം ഫീൽഡിലുള്ള ഗിയർ ലിവറാണ്. ആ ഒരു ബേസ് കണ്ടോ, പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ. അപ്പോൾ സ്പോർട്സ് മോഡ് ഉണ്ട്. കൂടാതെ പ്ലസ് മൈനസ് വെച്ച് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. വണ്ടി ഓടിക്കുമ്പോൾ കുറിച്ച് കൂടുതൽ പറയാം. ഇനി ഒരു വല്ലാത്തൊരു കുറവ് വണ്ടിക്കുണ്ട്, ഒരു ആംറസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. അതായത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഒരു ആംറസ്റ്റ് അത്യാവശ്യമായിരുന്നു. കൂടാതെ ഒരു ഡെഡ് പെഡൽ കൂടി ഇല്ല എന്നുള്ളതൊരു കുറവായിട്ട് പറയാം. ഡെഡ് പെഡൽ കുറവായിട്ട് പറയേണ്ട കാര്യമില്ല, കാരണം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കാല് വയ്ക്കാനായിട്ട്, ഒരു പ്രശ്നവുമില്ല. എന്നാലും ഒരു ഡെഡ് പെഡൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. അപ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ അതിപ്രസരമുണ്ട്. ബ്ലാക്കാണ് ഇൻറ്റീരിയർ. സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ലെതർ റാപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ അത്യാവശ്യം നല്ലൊരു പാക്കേജാണ് ഫിഗോ എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യം പറയുമ്പോഴേ ഒന്നാമത്തെ കാര്യം ടോർക്ക് കൺവേർട്ടറാണ്. കൂടാതെ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുമ്പോൾ ടൈറ്റാനിയം പ്ലസിന് 8.20 ലക്ഷമാണ് എക്സ്ഷോറൂം എങ്കിൽ ടൈറ്റാനിയത്തിന് 7.75 അപ്പോൾ എനിക്ക് തോന്നുന്നു 10 ലക്ഷത്തിൽ താഴെ കിട്ടുന്ന മികച്ച ഓട്ടോമാറ്റിക്കുകൾ ഒന്ന് തന്നെയാണ് ഈ ഒരു ഫിഗോ എന്ന് പറയുന്നത്. ഇനി സൺവൈസറുകളിൽ കണ്ണാടി ഉണ്ട്. അത് പാസഞ്ചർ സൈഡിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഓട്ടോ ഡിമ്മിങ്ങുള്ളൊരു മിറർ കാണാനുള്ളതാണ്. അപ്പോൾ ഇതൊരു നല്ല ഫീച്ചറാണ്. ഇനി പാസഞ്ചർ സൈഡിലും ആ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ, കണ്ണാടി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സാധാ ഫിഗോയിൽ കാണുന്ന ഹെഡ്ലാമ്പിൻ്റെ സ്വിച്ചിൽ A എന്നാണ്. ഈ ഒരു A എന്നുള്ളത് ഓട്ടോമാറ്റിക്കിനെ സൂചിപ്പിക്കുന്നു. 12 വോൾട്ട് സോക്കറ്റ് കാണാം. USB ഓക്സ് പോർട്ടുകളുണ്ട്. കൂടാതെ ആ ഒരു TCS ബട്ടൺ, അതായത് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ എന്ന് പറയുന്നത് ഈ ഒരു കപ്പ് ഹോൾഡറുകളുടെ മുന്നിലായിട്ടാണ്, അതായത് ഹാൻഡ് ബ്രേക്കിൻ്റെ താഴെ. ഈ പിന്നിലെ സീറ്റിന് ആംറസ്റ്റ് ഇല്ല എന്നുള്ളതും ഒരു പരാതിയായിട്ട് പറയാം. ഇനി സേഫ്റ്റി ഒരു വിഷയമാണല്ലോ. എന്ന് പറയുമ്പോൾ സേഫ്റ്റി ഒരു ഹോട്ട് ടോപ്പിക് ആണല്ലോ എപ്പോഴും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഫിഗോയ്ക്ക് 6 എയർ ബാഗുകളുണ്ട് എന്നുള്ളതാണ്. കേട്ടോ, കർട്ടൻ എയർ ബാഗുകളും മുൻ എയർ ബാഗുകളും എല്ലാം കൂടി ചേർന്നിട്ട് 6 എയർ ബാഗുകളുടെ വണ്ടിയാണിത്. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ പോലുള്ള എയ്ഡുകളും 6 എയർ ബാഗുകളും എല്ലാം കൂടി ചേർന്നിട്ട് നല്ല സേഫ് ആയിട്ടുള്ള ഒരു വണ്ടി എന്നുകൂടി ഫോർഡ് ഫിഗോയെ പറയേണ്ടതുണ്ട്. ഫിഗോയിൽ കണ്ടിട്ടുള്ള ആ ഒരു മീറ്റർ കൺസോൾ തന്നെയാണ് ചെറിയൊരു പാറ്റേണൊക്കെ കൊടുത്ത്, കാർബൺ ഫൈബർ പോലുള്ള പാറ്റേണൊക്കെ കൊടുത്ത ആ ഒരു ബോർഡറൊക്കെ കൊടുത്ത മനോഹരമായിട്ടുള്ള ഒരു ചെറിയ മീറ്റർ കൺസോളാണ്. അതിനകത്തുള്ള MID എന്ന് പറയുന്നത് ഒരു നീല കളറിലാണ്. അതിനകത്ത് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഒരു എഞ്ചിൻ ടെമ്പറേച്ചർ ഉണ്ട് എന്നുള്ളത് വലിയ കാര്യമായിട്ട് പറയാം. അതായത് പഴയ വണ്ടികളെ വെച്ച് നോക്കുമ്പോൾ ഇടതുവശത്ത് ടാക്കോമീറ്ററും വലതുവശത്ത് ഫ്യൂൽ മീറ്ററും നടുവിലായിട്ട് വലിയൊരു സ്പീഡോമീറ്ററും കാണാം. ഫോർഡ് ഫിഗോയുടെ ആ ഒരു 1.2 ലിറ്റർ ഡ്രാഗൺ സീരീസ് എഞ്ചിനാണത്, 3 സിലിണ്ടർ എഞ്ചിൻ. അപ്പോൾ ബോണ്ട് ഇൻസേഷനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം സൈലൻ്റാണ്. കൂടിയ RPMലല്ല, സാധാരണ ഓടിക്കുമ്പോൾ. ഫോർഡ് ഫിഗോ 1.2 ലിറ്റർ ഓട്ടോമാറ്റിക് ഓടിക്കുകയാണ്. അപ്പോൾ ഫോർഡ് ഫിഗോയ്ക്ക് മുന്നേ ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു. അതായത് ഒരു DCT മോഡൽ ഉണ്ടായിരുന്നു, പിന്നീട് ടോർക്ക് കൺവേർട്ടറായി, പിന്നീട് ഫോർഡ് ഈ ഒരു ഓട്ടോമാറ്റിക്കിനെ പിൻവലിക്കേണ്ടത്. അതായത് അന്ന് പിൻവലിച്ച വണ്ടി എന്ന് പറയുന്നത് 1.5 ലിറ്റർ ആയിരുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ സ്പോർട്സ് മോഡിലാണ് വണ്ടി. അപ്പോൾ എടുത്തത് സ്പോർട്സ് മോഡിലായിരുന്നു. ഒന്ന് കാല് കൊടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് കാല് കൊടുത്ത് കാണിക്കാം. ഓൾ ദ വേ 6500 RPMലാണ് ഈ ഫോർഡ് ഫിഗോയുടെ 1.2 ലിറ്റർ എഞ്ചിൻ റെഡ് ലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പവർ ടോർക്ക് ഫിഗറുകളെ കുറിച്ച് പറയാം. അതിന് മുന്നേ ഈ ഒരു ഗിയർ ഷിഫ്റ്റിൻ്റെ മുകളിൽ പ്ലസ് മൈനസ് ബട്ടൺസ് കാണാം. നമ്മൾ എൻഡോറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് സ്പോർട്സ് മോഡിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഫിഗോയുടെ പ്രത്യേകത. ഞാൻ ഡ്രൈവ് മോഡിലേക്ക് മാറ്റാണ്. എന്നിട്ട് ഒന്ന് കാല് കൊടുക്കാം. കാല് കൊടുക്കുമ്പോൾ വലിച്ചു കയറി പോകുന്നുണ്ട് വണ്ടി. കൂടാതെ
അത്യാവശ്യം നല്ലൊരു ഫീലും ഫീഡ്ബാക്കും വണ്ടി മൊത്തത്തിൽ തരുന്നുണ്ട്. അപ്പോൾ പവർ ടോർക്ക് ഫിഗറുകൾ പറയാം. 96 PS ആണ് ഇതിൻ്റെ പവർ. കൂടാതെ 119 Nm ആണ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പവർ ടോർക്ക് ഫിഗറുകൾ ഇപ്പോൾ ടോർക്ക് കൺവേർട്ടറുള്ള ഗിയർ ബോക്സിന് പര്യാപ്തമാണെന്നൊക്കെ തോന്നാം. പക്ഷേ എനിക്ക് തോന്നുന്നു മികച്ച ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനാണിത് സാധാരണ ഒരു ഓട്ടോമാറ്റിക് നോക്കുന്ന ആളുകൾക്ക്. അതായത് ഇപ്പോൾ AMTകളുടെ ഒരു കൂട്ടമാണ് നിരത്തിലുള്ളത്. അപ്പോൾ അക്കൂട്ടത്തിലേക്ക് വന്നിട്ടുള്ള ഒരു നല്ല ഒരു ഓട്ടോമാറ്റിക്, അതൊരു പ്രോപ്പർ ഓട്ടോമാറ്റിക് എന്ന് ഫിഗോയെ പറയാം. അത് തന്നെയാണ് ഫിഗോയുടെ ഒരു USP, അതായത് യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു വണ്ടിയുടെ ഫ്യൂവൽ എഫിഷ്യൻസിയെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 16 കിലോമീറ്ററാണ് ഇതിൻ്റെ കമ്പനി പറയുന്ന ഒരു ഫ്യൂവൽ എഫിഷ്യൻസി. അപ്പോൾ ആ ഒരു കാര്യം ഇതിൻ്റെ ചീഫ് കോമ്പറ്റീറ്റർ ആയിട്ടുള്ള സ്വിഫ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നോക്കുന്ന ആളുകൾക്ക് അതൊരു വലിയ വിഷയമാവാനുള്ള സാധ്യത കുറവാണ്. ഇനി കാല് കൊടുക്കുമ്പോൾ വലിച്ചു കയറി പോകുന്ന ഫീല് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പവർഫുൾ കാർ ഓടിക്കുന്ന ഫീലായിട്ട് ഞാൻ പറയുന്നതായിട്ട് തോന്നരുത്. കാരണം ഇതൊരു 10 ലക്ഷത്തിൽ താഴെ കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക്കാണ്. അതായത് 10 ലക്ഷത്തിൽ താഴെ ടൈറ്റാനിയം പ്ലസ് മോഡൽ ഫുൾ ഓപ്ഷൻ കിട്ടുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അതായത് ഓൺ റോഡ് പ്രൈസ് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച ഒരു വണ്ടി എന്നുള്ളത് നിസ്സംശയം പറയാം. ഇപ്പോൾ ലോ എൻഡ് 119 Nm ഉള്ളൂ. അപ്പോൾ ടോർക്ക് കുറവാണെന്നൊക്കെ തോന്നാം. ഡീസലുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് കുറവായിരിക്കും. പക്ഷേ പെട്രോളിന് അത് അത്യാവശ്യം പര്യാപ്തമായ ടോർക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൂടാതെ ഈ ഒരു ഫിഗോ ഓട്ടോമാറ്റിക്കിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഇപ്പോൾ 1-2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. കൂടാതെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. അത്യാവശ്യം വലിയ വീലുകളാണ്. നല്ല കോൺഫിഡൻസ് തരുന്ന ബ്രേക്കാണ്. ബ്രേക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കാണ്. ടോർക്ക് കൺട്രോൾ ഓട്ടോമാറ്റിക്കാണ്. 4 വീലും ഡിസ്ക് വേണമായിരുന്നു തോന്നിയേക്കാം. പക്ഷേ ഇത് 4 വീൽ ഡിസ്ക് അല്ല, മുന്നിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും തന്നെയാണ്. എന്നാലും അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഒക്കെ തരുന്ന ബ്രേക്കൊക്കെ തന്നെയാണ്. കൂടാതെ സ്റ്റിയറിംഗിൻ്റെ കാര്യം പറയണം. സ്റ്റിയറിംഗ് ലൈറ്റ് സ്റ്റിയറിംഗ് ആണ്. ലൈറ്റ് സ്റ്റിയറിംഗ് എന്ന് പറയുമ്പോൾ പാർക്കിംഗ് ഒക്കെ വളരെ ഈസി എന്ന് പറയാം. അതായത് കുറേ കാലം കൊണ്ട് ഞാൻ ആസ്പെയർ ഓടിക്കുന്നുണ്ട്. കുറേ കാലം എൻ്റെ അടുത്ത് ഇപ്പോൾ ഫിഗോ പെട്രോൾ മാനുവൽ ഉണ്ടായിരുന്നു. അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നന്നായി തന്നെ ഓടിക്കാൻ ഉതകുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി എന്ന് തന്നെ പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഓടിച്ച് നോക്കുന്നതിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് നമുക്ക് വണ്ടി കുറച്ച് കാലം കൂടുതൽ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഫിഗോ ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാനുള്ളത് 1.2 ലിറ്റർ എഞ്ചിൻ നല്ല എഞ്ചിനാണ്. ഇപ്പോൾ ഞാൻ ഫ്യൂവൽ എഫിഷ്യൻസി വേണ്ടി ആ വണ്ടി ഓടിക്കലുണ്ടായി. ആ ഒരു മാനുവൽ മോഡലിൽ എനിക്ക് 18.5 കിലോമീറ്റർ ഇന്ധനക്ഷമത കിട്ടിയെന്ന് പറയുമ്പോൾ ആ വണ്ടിയുടെ ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ തർക്കമില്ലല്ലോ. പിന്നെ നമ്മളത് അഗ്രസീവായിട്ട് ഓടിച്ചാൽ, ഒന്ന് കാല് കൊടുത്ത് ഓടിച്ചാലൊക്കെ ഇന്ധനക്ഷമത, അതായത് ഫ്യൂവൽ എഫിഷ്യൻസി ഡ്രോപ്പ് ആവും. അത് പെട്രോൾ വണ്ടികളുടെ ഒരു സ്വഭാവം തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു റിയൽ ലൈഫിൽ ഈ ഒരു വണ്ടിക്ക് ഒരു 12-13 ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. പക്ഷേ ഈ ഡ്രൈവിംഗ് ഫീലിനും ഈ ഒരു ടോർക്ക് കൺവേർട്ടറിൻ്റെ ആ ഒരു എക്സ്പീരിയൻസിനൊക്കെ എനിക്ക് തോന്നുന്നു വലിയൊരു മാറ്ററായിട്ട് ആ ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കാണാം. അതായത് ഓടിക്കാൻ രസമുള്ളൊരു വണ്ടിയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബെയർ ചെയ്യാം. അപ്പോൾ കാല് കൊടുക്കുമ്പോൾ വലിച്ചു കയറി പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു നാച്ചുറലായിട്ട് പറയാനുള്ളത്. ഫണ്ണാണ് വണ്ടി എന്ന് പറയുമ്പോൾ വീണ്ടും പറയുന്നു, ഫണ്ണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാലത്തുണ്ടായി കഴിഞ്ഞാൽ ആ ഒരു 1.5 ലിറ്റർ ആസ്പെയറിൻ്റെ ഫിഗോയുടെ ഫണ്ണില്ല, ഡീസൽ വണ്ടിയുടെ ഫണ്ണില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടി കാര്യം കൊടുക്കാം. ആ എഞ്ചിൻ്റെ നോട്ട് കേട്ടില്ലേ, ആ എഞ്ചിൻ്റെ നോട്ട് കൂടിയ RPM അകത്തേക്ക് ശരിക്കും വരുന്നുണ്ട്. പക്ഷെ അതൊരു പ്രശ്നമായിട്ട് തോന്നില്ല. അത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള നോട്ട് തന്നെയാണ്. പൊതുവെ ഫിഗോ എന്ന് പറയുന്നത് അത്യാവശ്യം മെച്യൂർഡ് ആയിട്ടുള്ള റൈഡ് ക്വാളിറ്റിയും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് യാത്രാസുഖം തരുന്നൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലും മാറ്റമൊന്നുമില്ല. ഇനിയിപ്പോൾ ഒന്ന് കാലെടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ ആ ഒരു ഗിയർ ഡൗൺ ആയിട്ട് ഷിഫ്റ്റ് ആയി പോയത്. അപ്പോൾ സ്പോർട്സ് മോഡിൽ മാത്രമേ മാനുവൽ മോഡ് ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളത് മാത്രം ഒരു കാര്യമായിട്ട് പറയാം. അതായത് സ്പോർട്സ് മോഡ് ഇട്ടാലേ നമുക്ക് പ്ലസ് മൈനസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഡ്രൈവ് മോഡ് തന്നെയാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രൈവ് മോഡിൽ ഈ ഒരു സസ്പെൻഷൻ്റെ മികവ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ആസ്പെയർ കുറേ കാലം കൊണ്ട് ഓടിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക്, ഫോർഡ് ഫിഗോ പെട്രോൾ കുറേ കാലം കൊണ്ടുവന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് സസ്പെൻഷനെ കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ടതില്ല. കാരണം ഇത് നല്ല സസ്പെൻഷനാണ്, മികച്ചൊരു സസ്പെൻഷനാണ്. അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു യാത്ര പ്രദാനം ചെയ്യാൻ ഉതകുന്ന ഒരു സസ്പെൻഷനാണ്. ഇപ്പോൾ ആസ്പെയർ ഫിഗോയൊക്കെ ഇറങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു വണ്ടിയുടെ ആ ഒരു വീൽ എന്ന് പറയുന്നത്, സൈസ് എന്ന് പറയുന്നത് 14 ഇഞ്ചായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പറയായിരുന്നു ഡീസൽ എഞ്ചിൻ്റെ ആ ഒരു നല്ല മാരകമായ പവർ ടോർക്ക് ഫിഗറുകൾക്ക് ഈ ഒരു ടയർ അണ്ടർ സൈസ്ഡ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ, അതായത് ഫിഗോ ഓട്ടോമാറ്റിക് ആവേണ്ട കാര്യമില്ല, അതിന് മുമ്പത്തെ മാനുവൽ തന്നെ ഡ്രാഗൺ സീരീസ് ആയപ്പോൾ തന്നെ 15 ഇഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലും 15 ഇഞ്ചാണ്. അത്യാവശ്യം നല്ല ഒരു സൈസാണെന്ന് പറയാം. അതായത് ഓവർഡണും അല്ല, എന്നാൽ തീരെ കുറവല്ല, മികച്ചൊരു സൈസുള്ള ടയർ എന്ന് പറയാം. അപ്പോൾ 195, 55, 615 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ ഒരു ടയർ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ലൊരു റൈഡ് ക്വാളിറ്റി കൂടി തരുന്നുണ്ടെന്നുള്ളതാണ്. ഇനി പറയേണ്ടുന്ന ഒരു കാര്യം, ഇതിന് 2 വേരിയൻറ്റുകളുള്ളത്, ടൈറ്റാനിയം പ്ലസ്. ഇപ്പോൾ ടൈറ്റാനിയം പ്ലസിന് ഏകദേശം 9.5 ലക്ഷം രൂപയോളമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്.
അപ്പോൾ പഴയ ആ ഒരു ആസ്പെയർ 1.5 ലിറ്റർ ആസ്പെയർ ഉണ്ടായില്ലേ, ആ ഒരു ആസ്പെയർ അല്ലെങ്കിൽ ഫിഗോ ഉണ്ടായില്ലേ, ആ ഒരു പ്രൈസ് റേഞ്ചിലേക്കാണ് ഈ ഒരു പ്രൈസ് ഉള്ളത് എന്നുള്ളത് പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നു 10 ലക്ഷം താഴെ കിട്ടുന്ന മികച്ച ഓട്ടോമാറ്റിക്കുകൾ ഒന്ന് എന്ന് നമുക്ക് ഈ ഫിഗോയെ പറയാം. അപ്പോൾ ഫൺ ഫാക്ടറിനേക്കാൾ കൂടുതൽ, ഫൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഓടിക്കാൻ രസമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല, എന്നാലും ഫൺ ഫാക്ടറിനേക്കാളും കൂടുതൽ ഞാൻ വീണ്ടും പറയുന്നത് പഴയ ആ ഒരു ആസ്പെയറോ ഫിഗോയെ കമ്പയർ ചെയ്യുമ്പോൾ ഫൺ ഫാക്ടർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിനേക്കാളും കൂടുതൽ ഒരു പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ ഓടിക്കാനുള്ള രസം അല്ലെങ്കിൽ എന്താ പറയുക സ്മൂത്ത് ആയിട്ടുള്ള നാച്ചുറൽ ഈ ടോർക്ക് കൺവേർട്ടറിൻ്റെ ഒരു ഫീലൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു മികച്ച ഒരു ഓട്ടോമാറ്റിക് തന്നെ ഫിഗോയെ പറയാം. അത് തന്നെയാണ് ഫിഗോയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഫോർഡിനെ കുറിച്ച് ഒരുപാട് റൂമറുകൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ആ റൂമറുകൾക്കൊക്കെ അതീതമായിട്ട് അവർ വീണ്ടും ഒരു വണ്ടി ഇറക്കി കാണാൻ, അതായത് ഈ വണ്ടിക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഒരു DCT ഉണ്ടായിരുന്നു, പിന്നെ ടോർക്ക് കൺവേർട്ടർ 1.5 ലിറ്റർ. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അവർ പിൻവലിച്ച വണ്ടി 1.2 ഇറക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്യൂൽ എഫിഷ്യൻസിന് അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്രാക്ടിക്കാലിറ്റിയുടെ അല്ലെങ്കിൽ വിലക്കുറവിൻ്റെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് 1.2 ലിറ്റർ നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. അതായത് അണ്ടർ 4 മീറ്റർ ആകുമ്പോൾ ആ ഒരു എഞ്ചിൻ്റെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ്റെ ആ ഒരു കാര്യങ്ങൾ കൂടി കമ്പനിക്ക് ഗുണമാണ് വില കുറയ്ക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ 10 ലക്ഷം താഴെ ഓൺ റോഡ് പ്രൈസ് കിട്ടുന്ന ഒരു വണ്ടി എന്ന് നമുക്ക് ഫിഗോയെ പറയാം. അത് തന്നെയാണ് ഇതിൻ്റെ ഒരു റിലവൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചാടി തുള്ളിച്ച് ഓടിച്ച് പോകുമ്പോഴും ഇതിൻ്റെ ആ ഒരു കാര്യം പറയുമ്പോൾ സ്മൂത്താണ് ഇതിൻ്റെ നാച്ചർ. സ്മൂത്തായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ്, അതാണ് പറയാനുള്ളത്. സ്മൂത്താണ്. അതായത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഓട്ടോമാറ്റിക്കുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് ടോർക്ക് കൺവേർട്ടർ തന്നെയാണ്. ഒരു ഓട്ടോമാറ്റിക് ഇറക്കിയപ്പോൾ മറ്റുള്ള കമ്പനികളെ പോലെ സ്വിഫ്റ്റോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ള വണ്ടികളൊക്കെ പോലെ AMT അല്ലാതെ ടോർക്ക് കൺവേർട്ടർ കിട്ടിയപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണക്കാരന് കൂടി മികച്ചൊരു ഓട്ടോമാറ്റിക് കിട്ടുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി മാറുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഫോക്സ് വാഗൺ പോളോ ഓട്ടോമാറ്റിക് ഉണ്ട്, അതും ടോർക്ക് കൺവേർട്ടറാണ് 6 സ്പീഡ്, ഇതും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ തന്നെയാണ്. ഞാൻ സ്പോർട്സ് മോഡിലേക്ക് ഇട്ടു, ഒന്നുകൂടി കാലം കൊടുക്കുകയാണ്. അപ്പോൾ 6500 RPM റെഡ് ലൈൻ ചെയ്യുന്നത്, കൂടിയ ആ ഒരു RPM സൗണ്ട് അകത്തേക്ക് വരുന്നുണ്ട്. സ്പോർട്ടിനോടാണ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ലോ എൻഡ് 119 NM കുറവാണെന്ന് തോന്നുന്നു ഡീസലുകൾ കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിക്ക് ഈ 1.2 ലിറ്റർ ഡ്രാഗൺ സീരീസ് എഞ്ചിന് അത്യാവശ്യം പര്യാപ്തമായ ഒരു ടോർക്ക് ഉണ്ട്. അതായത് ഫിഗോയെ സ്റ്റാൻസിൽ നിന്ന് ആക്സിലേറ്റർ ഇൻപുട്ട് ഇല്ലാണ്ട് മൂവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അതിന് പറ്റുന്നുണ്ട്. ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ടോർക്കല്ല, അതായത് നമുക്ക് വീൽ സ്പിൻ എടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക പൊളിച്ച് കയറി പോകാനോ ഒന്നും. അതായത് ഏകദേശം 2000 RPM വണ്ടി ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഫുട്ട് ബ്രേക്ക് ഓടിയിട്ട് ആക്സിലേറ്റർ ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കൊണ്ടായിരിക്കും കയറി പോകുന്നത്, അല്ലെങ്കിൽ ഇത് കയറി പോകാനെ. ഞാൻ കാല് കൊടുത്തൊന്നുകൂടി കാണിക്കാം. ലീഗൽ സ്പീഡിലൊക്കെ വണ്ടി എത്തുന്നത് വളരെ പെട്ടെന്നാണ്, ക്യുക്കാണ്. അതായത് ലീഗൽ സ്പീഡ് എന്ന് പറയുമ്പോൾ 100 കിലോമീറ്റർ സ്പീഡ് അല്ല കേട്ടോ, ആ ഒരു ഹൈവേയിൽ ലീഗൽ സ്പീഡാണ്. ആ ലീഗൽ സ്പീഡിൽ എത്തുന്ന ക്യുക്കാണ്. അപ്പോൾ 0 to 100 ടൈമിങ് എനിക്ക് തോന്നുന്നു ഡീസൽ ഫിഗോയോ അല്ലെങ്കിൽ ഡീസൽ ആസ്പെയറിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവായിരിക്കും. പക്ഷേ ഒരു ഓട്ടോമാറ്റിക് എന്ന നിലയ്ക്ക് അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് ഉണ്ട് എന്നുള്ള പറയുന്നത്. ഇപ്പോൾ ഓട്ടോമാറ്റിക് എന്ന നിലയ്ക്ക് നല്ല പെർഫോമൻസ് ഉള്ള വണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കാണേണ്ടത് AMTകൾ ഓടിച്ചിട്ട് AMTകളുടെ ഹെഡ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ AMTകളുടെ ആ ഒരു ബോറിംഗ് നാച്ചുറലുള്ള വണ്ടി ഓടിച്ചിട്ട് ടോർക്ക് കൺവേർട്ടർ ഉള്ളൊരു വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇതിന് മികവെന്നേ പറയുള്ളൂ. അല്ലാണ്ട് ഇതിന് പവർ കുറവാണെന്നോ ടോർക്ക് കുറവാണെന്നോ അങ്ങനെയുള്ള കംപ്ലയിൻസ് പറയാൻ തോന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ 10 ലക്ഷം രൂപ താഴെ കിട്ടുന്ന ഓട്ടോമാറ്റിക്കുകളിൽ ഓൺ റോഡ് പ്രൈസ് ഏറ്റവും മികച്ച ഓട്ടോമാറ്റിക്കുകളിൽ ഒന്ന് തന്നെയാണ് ഫിഗോയെ പറയാനുള്ളത്. അതായത് 1.5 ലിറ്റർ ഓട്ടോമാറ്റിക്കാണ് കുറച്ചുകൂടിയും ഒരു എക്സൈറ്റഡ് ഓടിക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ വണ്ടി. എന്നാലും ഇത് തിങ്സ് ഡൺ ആണ്, അതായത് കാര്യങ്ങൾ നടത്താനുണ്ട് ബെസ്റ്റ് ഓട്ടോമാറ്റിക് എന്ന് പറയാം. അതായത് ടോർക്ക് കൺവേർട്ടറിൻ്റെ സ്മൂത്ത്നെസ്സും വേണമെങ്കിൽ സ്പോർട്സ് മോഡിൽ ഇട്ടിട്ട് കൂടി RPMലേക്ക് കയറ്റി കൂടി RPMലേക്ക് കയറുമ്പോൾ വണ്ടിയുടെ ഫീലേ മാറുന്നുണ്ട്. അതായത് വണ്ടി ഒന്നുകൂടി കുതിച്ച് കയറി പോകുന്നൊരു ഫീൽ കിട്ടുന്നുണ്ട്. അങ്ങനെ മാറി ഓടിക്കാനായിട്ട് പറ്റിയ ഒരു ഓട്ടോമാറ്റിക് എന്ന് തന്നെ പറയാം. അതാണ് പറയാനുള്ളത്. ഫ്യൂൽ എഫിഷ്യൻസി കുറവാണെന്ന് പറയാം. കാരണം സ്വിഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ 20ൻ്റെ പുറത്ത് ഇന്ധനക്ഷമതയുള്ള വണ്ടിയെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് 16 കിലോമീറ്റർ എന്ന് പറയുന്നത് അത്ര ഒരു വലിയ ഫ്യൂൽ എഫിഷ്യൻസി അല്ല. എന്നാലും റിയൽ ലൈഫിൽ അത്യാവശ്യം നല്ലൊരു മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി എന്ന് നമുക്ക് ഫിഗോയെ പറയാം. ഒരു 12-13 ആ ലെവലൊക്കെ കിട്ടും. പക്ഷേ ആ ഒരു ഇന്ധനക്ഷമത എന്ന് പറയുന്നത് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ഉള്ള വണ്ടിക്ക് വലിയൊരു കുറവല്ലാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതാ പറയാനുള്ളത്. അപ്പോൾ അത്ര പറയുന്നുള്ളൂ. ഒരു ഓട്ടോമാറ്റിക് നോക്കുന്ന ആളുകൾക്ക്, അതായത് AMTയുടെ ബോറിംഗ് നാച്ചുറൽ ഇഷ്ടമല്ല, അങ്ങനെയുള്ള വണ്ടികളൊന്നും അല്ല താല്പര്യം. ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഫിഗോ ഒരു നല്ല ഓപ്ഷനാണ്. ഈ 1.2 ലിറ്റർ എഞ്ചിൻ ഏകദേശം K സീരീസ് എഞ്ചിനോട് കിടപിടിക്കുന്ന തരത്തിൽ റിഫൈൻഡ് ആണ്, 3 സിലിണ്ടർ ആണെങ്കിൽ കൂടി. അതായത് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഒരു ഇത്തിരി എഞ്ചിൻ്റെ സൗണ്ട് കൂടുതലാണ്, കൂടിയ RPM, അതിൽ വിഷയമാക്കേണ്ടതില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാൻ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെല്ലേക്ക് കൂടി ക്ലിക്ക് ചെയ്യാം, എന്നാലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ ഒക്കെ നമ്മുടെ എന്തിനാണ് അറിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.